നമുക്ക് ഒരു പേടിയുണ്ട്, നമ്മളെ ബ്രസ്റ്റിൽ എന്തെങ്കിലും മുഴയുണ്ടോ, ബ്രസ്റ്റിന് എന്തെങ്കിലും പ്രശ്നമുണ്ടോ, അങ്ങനത്തെ ഒരു പേടിയുള്ള ഒരു കുറേ ആൾക്കാരുണ്ട്. അപ്പം നമുക്ക് അവർക്കായിട്ട് എന്താ നമ്മൾ ചെയ്യുക? അതൊരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് സെൽഫ് ബ്രസ്റ്റ് എക്സാമിനേഷൻ. ഈ സെൽഫ് ബ്രസ്റ്റ് എക്സാമിനേഷൻ എന്ന് വെച്ചാൽ നമ്മൾ സ്വന്തമായിട്ട് നമ്മളെ ബ്രസ്റ്റ് എക്സാമിൻ ചെയ്യലാണ് അതിനെ കൊണ്ട് ഉദ്ദേശം. അപ്പം നമ്മൾ പീരിയഡ്സ് റെഗുലർ ആയിട്ടുള്ള ഒരാളാണെങ്കിൽ നമ്മൾ പീരിയഡ്സ് കഴിഞ്ഞിട്ട് 5ാമത്തെ ദിവസമാണ് നമ്മളെ ബ്രസ്റ്റ് എക്സാമിൻ ചെയ്യേണ്ടത്. അഥവാ പീരിയഡ്സ് മൊത്തത്തിൽ നിന്ന ഒരാളാണെങ്കിൽ അത് എല്ലാ മാസവും ഒരു ദിവസം വെച്ചിട്ട്, ഒരു പ്രോപ്പറായിട്ടുള്ള ഒരു ദിവസം വെക്കുക, അത് എല്ലാ മാസവും ചെയ്യുക. ഇതിൽ കൂടുതലായിട്ട് എല്ലാ ദിവസവും ബ്രസ്റ്റ് എക്സാമിൻ ചെയ്യേണ്ട ആവശ്യമില്ല. എല്ലാ മാസവും ഒരിക്കൽ ചെയ്താൽ അത്രയും മതി. അതിലെങ്ങനെയാണ് നമ്മൾ സെൽഫ് ബ്രസ്റ്റ് എക്സാമിനേഷൻ ചെയ്യുകയെന്ന് വെച്ചാൽ പല പൊസിഷനുണ്ട്. ഒന്നിൽ നമ്മൾ കൈ നമ്മളെ സൈഡിലേക്ക് നമ്മളെ ബോഡീനോട് ചേർത്ത് വെച്ചിട്ട് എക്സാമിൻ ചെയ്യാം, അല്ലെങ്കിൽ കൈ ഇടുപ്പിൽ വെച്ചിട്ട് എക്സാമിൻ ചെയ്യാം, പിന്നെ കൈ പൊന്തിച്ച് വെച്ചിട്ടും എക്സാമിൻ ചെയ്യാം. എക്സാമിൻ നമ്മൾ എങ്ങനെയാണ് ചെയ്യാന്ന് വെച്ചാൽ കൈയിൻ്റെ ഈ സൈഡ് കൊണ്ട് എക്സാമിൻ ചെയ്യുക. അത് നമ്മളിങ്ങനെ ബ്രസ്റ്റ് ഇങ്ങനെ പിടിക്കുകയല്ല ചെയ്യേണ്ടത്, അതിങ്ങനെ ഫ്ലാറ്റായി വെച്ചിട്ടാണ് എക്സാമിൻ ചെയ്യേണ്ടത്. ഈ എക്സാമിൻ ചെയ്തുകൊണ്ട് നമുക്ക് നമ്മളെ ടെൻഷൻ കൂട്ടാനോ അയ്യോ ഇതെന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാവോ എന്നറിയാൻ വേണ്ടിയിട്ടല്ല. നമുക്ക് ആദ്യം നമ്മൾ സെൽഫ് ബ്രസ്റ്റ് എക്സാമിൻ ചെയ്യുന്നത് നമ്മളെ ബ്രസ്റ്റിൻ്റെ കൺസിസ്റ്റൻസി എങ്ങനെയാണ്, നമ്മളെ ബ്രസ്റ്റ് എങ്ങനെയാണ് ഉള്ളത് എന്നറിയാൻ വേണ്ടിയിട്ടാണ്. അത് കഴിഞ്ഞിട്ട് പിന്നീട് എപ്പോഴെങ്കിലും അതിൽ വേറെ എന്തെങ്കിലും ചേഞ്ച് ഉണ്ടെങ്കിൽ അപ്പം നമുക്ക് ഒരു ഡോക്ടറെ കാണിക്കാനും അതിൽ മുഴയുണ്ടോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അപ്പം തന്നെ അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സെൽഫ് ബ്രസ്റ്റ് എക്സാമിനേഷൻ പറയുന്നത്. ഈ സെൽഫ് ബ്രസ്റ്റ് എക്സാമിനേഷൻ ചെയ്യുമ്പം എന്തൊക്കെയാണ് എന്തൊക്കെ ബുദ്ധിമുട്ട് വരുമ്പോഴാണ് നമ്മൾ ഡോക്ടറെ കാണിക്കേണ്ടത്. അതിൽ എന്തെങ്കിലും മുഴ പോലെ നമുക്ക് തടയുക, കൈയിൻ്റെ അടിയിൽ എന്തെങ്കിലും മുഴ പോലെ തടയുക, അല്ലെങ്കിൽ മുലക്കണ്ണി അകത്തേക്ക് വലിഞ്ഞു പോകുന്ന പോലെ തോന്നുക, തോല് ബ്രസ്റ്റിൻ്റെ മേലെയുള്ള സ്കിന്നിൽ റെഡ് കളർ വരിക, അല്ലെങ്കിൽ ആ സ്കിന്നകത്തേക്ക് പോകുന്ന പോലെ തോന്നുക, മുലക്കണ്ണിൽ നിന്ന് നീര് വരിക, ഇങ്ങനത്തെയൊക്കെ ഉണ്ടെങ്കിൽ അപ്പം തന്നെ ഡോക്ടറെ കാണിക്കേണ്ടതാണ്. നിങ്ങൾ ഈ സ്വന്തം ബ്രസ്റ്റ് എക്സാമിൻ ചെയ്യുമ്പം ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ആദ്യം തന്നെ നേരത്തെ തന്നെ എന്ത് മുഴയുണ്ടെങ്കിലും നേരത്തെ കാണുന്നതാണ് ഏറ്റവും നല്ലത്. നമ്മൾ നേരത്തെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഇത് അഡ്വൈസ് ചെയ്യുന്നത്. നമ്മൾ സ്വന്തമായിട്ട് എക്സാമിൻ ചെയ്തിട്ട് നേരത്തെ കണ്ടുപിടിക്കുക. എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ മുറയാണെങ്കിൽ കൂടെ അത് എത്രയും നേരത്തെ ട്രീറ്റ്മെൻറ്റ് നൽകുന്നു അത്രയും ഇമ്പ്രൂവ്മെൻറ്റ് പിന്നെ ഉണ്ടാവും. അതിനു വേണ്ടിയിട്ടാണ് സെൽഫ് ബ്രസ്റ്റ് എക്സാമിനേഷൻ പറയുന്നത്.